അപ്പം നമ്മൾ ഇന്നുള്ളത് മൂന്നാർ കേട്ടോ. മൂന്നാർ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കുറേ പേര് ഇവിടെ അട്ടുകാട് വെള്ളച്ചാട്ടം തേടി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ പോയി വന്നവരെല്ലാവരും പറഞ്ഞത് അവിടെ വെള്ളമില്ല എന്നാണ്. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടോ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതാട്ടോ ഞാൻ ഇറങ്ങി വന്ന വഴി. ഞാൻ ഈ പള്ളിവാസലിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി. ഇതാണ് ഈ ഒരു വഴിയേ ഉള്ളൂ, എന്നാലും ഞാൻ പറയണതാണ് ഈ വഴിക്കാണ് ഞാൻ ഇറങ്ങി വന്നത്. പിന്നെ ഇവിടെയായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ നടന്നു വന്നേ, അല്ലാത്തൊരു വണ്ടിക്ക് തന്നെ വന്നേ. വരുന്ന വഴിക്ക് മൊത്തം നല്ല കിടിലൻ തേയില പ്ലാന്റേഷൻ കേട്ടോ. അത് കൂടാണ്ട് ഞാനിവിടെ വന്നപ്പോൾ വേറൊരു കാര്യം കൂടെ കണ്ടു. ഇവിടെ തേയില മാത്രമല്ല കേട്ടോ, ഏലക്കയുണ്ട്. ഇത് ഈ സാധനം വെച്ചാണ് ഇവര് ചായപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഏറ്റവും മുകളിലത്തെ 2 ഇലയാണ് വൈറ്റ് ടീ, താഴത്തെ 2 ഗ്രീൻ ടീ, അതിന് താഴത്തെയാണ് ബ്ലാക്ക് ടീ ആയിട്ട് തന്നെ. കാര്യം ഇവിടെ കിടിലം വൈബൊക്കെയാണ്. ഇതേ മൊത്തത്തിൽ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ നടന്നിങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉള്ളതൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ഇപ്പം വെള്ളമില്ല. ഇത് ജനുവരി 18-ാം തീയതി ആ സമയമാണ്. ഇവിടെ എന്തായാലും വെള്ളം ഇപ്പം ഇല്ല. ഇക്കാലത്ത് ഞാൻ ഈ അട്ടുകാട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, കിടിലം വൈബായിരുന്നു. അങ്ങനെ ഏതാണ്ട് 45 മിനിറ്റിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ എത്തിയിട്ടോ. ഈ കാണുന്നതാണ് അട്ടുകാട് വെള്ളച്ചാട്ടം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു തരി വെള്ളമില്ല ഇപ്പൊ. ശരിക്കും ഇപ്പൊ ഈ വറ്റി വരണ്ടിരിക്കട്ടോ അട്ടുകാട് വെള്ളച്ചാട്ടം. ഈ കാണുന്നതാണ് നമ്മുടെ ഫേമസ് ചായക്കട. ശരിക്കും നമ്മളിവിടെ മഴക്കാലത്ത് വരികയാണെങ്കിൽ നല്ല കിടിലനായിരിക്കും കേട്ടോ. കാരണം ഈ വെള്ളച്ചാട്ടത്തിന്റെ ഡ്രിസ്ലിംഗ് മൊത്തം നമ്മുടെ മുഖത്തേക്ക് തെറിക്കും. നല്ല കിടിലം വൈബാണ് ആ സമയത്ത് ഇവിടെ വരാനായിട്ട്. അപ്പൊ ഇനി മൂന്നാർ വിസിറ്റ് ചെയ്യാനുള്ള ഒരു വെറുതെ ഗൂഗിൾ മാപ്പിൽ അട്ടുകാട് വെള്ളച്ചാട്ടം അടിച്ച് ഈ വഴിക്ക് വരാണ്ടിരിക്കട്ടോ നല്ലത്. കാരണം ഇവിടെ ഒരു തരി പാർക്കിംഗ് ഇല്ല. അത് മാത്രമല്ല ഇവിടെ വെള്ളവും ഇല്ല, വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല കേട്ടോ, കുറച്ച് ഡേഞ്ചറാണ്. ഒരു 2-3 വണ്ടിക്കുള്ള പാർക്കിംഗ് സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് ഞാൻ പോയ വഴി. എവിടെ നിന്ന് നടന്ന് അങ്ങറ്റം വരെ പോയിട്ടോ. പക്ഷേ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ പരമാവധി വണ്ടിക്ക് തന്നെ വരാൻ നോക്കാം കേട്ടോ. ട്രക്കിങ് ഇഷ്ടമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, ട്രക്കിങ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പാടുപെടും. അപ്പോൾ എന്തായാലും ട്രക്കിങ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നടന്നു വരാം, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു വരാണ്ടിരിക്കാൻ നോക്കുക. കാരണം വഴി അത്രയ്ക്കുണ്ട്. ഇത് കണ്ടില്ലേ, ഈ കാണുന്ന വഴി ഇത് ഇങ്ങനെ ഒരു റാ പോലെ ഇറങ്ങിപ്പോയിട്ടാണ് നമ്മളത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടം വരെ പോകണം. ഇതോ കാണുന്ന കേട്ടോ വെള്ളച്ചാട്ടം. മൺസൂൺ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല കീടിയിലും വെള്ളമായിരിക്കും. ഇവിടെ ഫുള്ളും വെള്ളമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു തരി വെള്ളമില്ല. ഇത്തിരി വെള്ളമുണ്ട്, പക്ഷെ അതിൽ കാര്യമില്ല. റോഡും കാര്യങ്ങളൊന്നും മെയിൻറ്റൈൻഡ് അല്ല കേട്ടോ. ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ ഒന്ന് ഇവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിനോ ആർക്കെങ്കിലും നന്നാക്കി കൂടെ. റോഡൊന്നും ഒരു ഭാഗ്യം കൊള്ളില്ല. ഈ കാണുന്ന മരം കണ്ടോ, ഇത് എന്തിൻ്റെ മരമാണെന്നറിയില്ല, പക്ഷെ നല്ല നീട്ടമുണ്ട്. ഞാൻ ഗൂഗിളിനകത്തും ഇതിനകത്തൊക്കെ നോക്കിയിട്ട് യൂക്കാലിപ്റ്റസ് ഇല്ലെങ്കിൽ ഗ്രാൻഡീസ് എന്നാണ് പറയുന്നത്. എന്നാ പൊക്കം നോക്കി, എന്തൊരായിട്ടാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊരു ഇൻഫർമേഷനാണ്. അട്ടുകാട് വെള്ളച്ചാട്ടത്തിലേക്ക് ആരെങ്കിലും വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ വരാണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടിൽ ദെൻ ബൈ.